السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. മാഷാ അല്ലാഹ്, നല്ല ഒരു ചർച്ചയാണ് മുജാലസത്തു മഅ അഹ്ലിൽ ബിദ്അഇ ഔ സാഹിബിൽ ബിദ്അ. ബിദ്അത്തിന്റെ കക്ഷിയോട് കൂടിയിരിക്കുക, അവരോടുള്ള കൂടിപ്പെരുമാറ്റത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സിദ്ധാന്തം, കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ഉസ്താദ് അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉസ്താദിന് മൈക്കിലേക്ക് ഏത് സമയവും സ്വാഗതം. ഉസ്താദിന് മൈക്കിലേക്ക് വരാവുന്നതാണ്. നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ ശബ്ദത്തിന് കട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ ശബ്ദത്തിന് കട്ടൊന്നുമില്ലല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനവധി ആയത്തുകളിലൂടെ വ്യക്തമാക്കുന്നത് കാണാം. ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ശരിക്കും ശ്രദ്ധിച്ചോളൂ. എല്ലാ ജനങ്ങളും മനസ്സിലാക്കുക. കാരണം തെറ്റുകളും കുറ്റങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ന്യായീകരിക്കുകയും ചെയ്യുന്നതിന് പകരം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ് വേണ്ടത് എന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് അത്രയും അവന്റെ ദീനിന് വേണ്ടി ഖാലിസായ മുഖ്ലിസായ ഹൃദയത്തോടു കൂടെ ആക്കി തരുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പറയുന്നത് കാണാം, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരിഹി വഇമ്മാ യൻസിയന്നക അശ്ശൈത്വാനു ഫലാ തഖഉദ് ബഅദ الذിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ എന്താ പറഞ്ഞത്? വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ. അല്ലാഹു തആലയുടെ ആയാത്തുകൾ അതിനെ പരിഹസിക്കുന്നവർ, അഥവാ മുജാഹിദ്, ജമാഅത്ത്, അതുപോലുള്ള ആളുകളൊക്കെ, അഥവാ അഹ്ലുൽ ബിദ്അ വൽ ളലാല. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളൊക്കെയും വിശദീകരിച്ചത് കാണാം. അഹ്ലുൽ ബിദ്അ വൽ ളലാല അവരെ നിങ്ങൾ കണ്ടാൽ ഫഅഅരിദ് അൻഹും, അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയണം. അവരെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയണം. മനസ്സിലായില്ലേ? വഇമ്മാ യുൻസിയന്നക അശ്ശൈത്വാൻ, പിശാച് നിങ്ങൾക്ക് മറവി നൽകി. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറന്നു ഇരുന്നു പോയാൽ ഫലാ തഖഉദ് ബഅദ الذിക്റാ, ഓർമ്മ വന്നാ പിന്നെ അവിടെ ഇരിക്കരുത്. മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമകാരികളോട് കൂടെ ഓർമ്മ വന്നാ പിന്നെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പഠിപ്പിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കാഴ്ചപ്പാടല്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീന് കൊണ്ട് തലാഉബും തഹാവുനും ഉണ്ടാക്കുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനും പുത്തനാശയക്കാരൻ അടക്കം എല്ലാ ആളുകളെ കുറിച്ചും അല്ലാഹു തആല പറയുന്നു, അവരെ കണ്ടാൽ അവരെ കൂടെ പോയിരിക്കാൻ പാടില്ല. ഓർമ്മയില്ലാതെ എങ്ങാൻ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇരുന്നു പോയാൽ ഓർമ്മ വന്നാൽ പിന്നെ ആക്രമകാരികളോട് കൂടെ ഇരിക്കാൻ പാടില്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിക്കുന്നത് കാണാം. ഒരു നീണ്ട ചർച്ച അവിടെ നടത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. وكذلك منع أصحابنا الدخول إلى أرض العدو ودخول كنائسهم والبيع ومجالسة الكفار وأهل البدع وألا تعتقد مودتهم ولا يسمع كلامهم ولا مناظرتهم എന്ന് പറഞ്ഞിട്ട് നീട്ടി പറയാണ് ബഹുമാനപ്പെട്ടവര്. അഹ്ലുൽ ബിദ്അ, ശരിക്കും ശ്രദ്ധിച്ചോളൂ, അഹ്ലുൽ ബിദ്അത്തിന്റെ കൂടെ കൂടിയിരിക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ, മഹത്തുക്കളായ ആളുകള് അഹ്ലുൽ ബിദ്അത്തിനെ വർജിച്ചവരായിരുന്നു. അബൂ ഇംറാൻ നഖി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ബിദ്അഈ കക്ഷി, ഇവിടെ തന്നെ ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഒരു ബിദ്അത്തിന്റെ കക്ഷി വന്നിട്ട് എന്റെ വാക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പോടാടുന്നായിരുന്നു, ആട്ടി പോടുന്നായിരുന്നു. അപ്പൊ പറഞ്ഞല്ല,
എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒരു വാക്ക് പോയിട്ട് എനിക്ക് നിന്റെ അരവാക്ക് പോലും കേൾക്കണ്ട, ഒരു അരവാക്ക് പോലും എനിക്ക് നിന്നിൽ നിന്ന് കേൾക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നത് കാണാം, മൻ അഹബ്ബ സാഹിബ ബിദ്അ അഹ്ബതല്ലാഹു അമല. സാഹിബുൽ ബിദ്അത്തിനെ, ബിദ്അത്തിന്റെ കക്ഷിയെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു പോയാൽ, ആരെങ്കിലും ഒരാൾ സ്നേഹം വെച്ചു, കാരൊക്കെ അങ്ങോട്ട് കൊടുത്താലും വേണ്ടില്ല, ഇങ്ങോട്ട് വാങ്ങിയാലും വേണ്ടില്ല, നോമ്പ് അക്കാലത്ത് പങ്കെടുപ്പിച്ചാലും വേണ്ടില്ല, സമ്മേളനത്തിന് വിളിച്ചാലും വേണ്ടിയില്ല, സ്നേഹിച്ചു പോയാൽ അഹ്ബതല്ലാഹു അമല, അവന്റെ അമല് അള്ളാഹു പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹു അവന്റെ അമല് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം. വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി. ഇത്ര വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ. ഇതിനെയാണല്ലോ നമ്മുടെ മഹാന്മാരായ അഇമ്മത്ത് ഇത്രയും ഗൗരവത്തോടു കൂടെ കണ്ട വിഷയമാണിത്. ബഹുമാന്യന്മാരായ അഇമ്മത്ത് പറയുന്നു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഅഖ്റജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബിഹി. അവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശത്തിനെ പുറപ്പെടുവിച്ചു, ഊരിക്കളഞ്ഞു. ഇനിയോ ബഹുമാനപ്പെട്ടവർ പറയാ, വമൻ സവ്വജ കരീമതഹു മിൻ മുബ്തദിഇൻ. ഏതെങ്കിലും ഒരു മുബ്തദിഇന് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഫഖദ് ഖതഅ റഹിമഹാ, അവളുമായുള്ള ആ കുടുംബ ബന്ധം ആ പിതാവ് മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. വമൻ ജലസ മഅ സാഹിബി ബിദ്അത്തിൻ. ബിദ്അത്തിന്റെ കക്ഷിയോട് കൂടെ ആരെങ്കിലും ഇരുന്നാൽ ലം യുഅതൽ ഹിക്മ, വിവരക്കേടാണ് അവന് തിക്തഫലമുണ്ടാവുക. തിക്തഫലം അതിന്റെ വിവരക്കേടാണ് അനുഭവിക്കുന്നത്. കാണുന്നില്ലേ നമ്മള്? തിക്തഫലം, ഹിക്മത്ത് അവന് നൽകപ്പെടൂല എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റിൽ വരുന്നത് ബലാദത്തും സഫാഹത്തും ആയിരിക്കും വരാനുണ്ടാവുക. മനസ്സിലായില്ലേ? കാണിച്ച പൊട്ടത്തര പിന്നെ പ്രവർത്തിക്കുന്നത് മുഴുവൻ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹായെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് അവിടെ തന്നെ ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവന്നത് കാണാം. മൻ വഖറ സാഹിബ ബിദ്അ. ആരെങ്കിലും ബിദ്അത്തിന്റെ സാഹിബിനെ, ബിദ്അത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചു പോയാൽ, മരണപ്പെട്ടെടുത്ത് പോകുന്നത് ബഹുമാനിച്ചിട്ടല്ലേ? നീ വലിയ നേതാവെന്നവര് പറയുന്നു, ബഹുമാനിച്ചിട്ടല്ലേ? അല്ലേ? വലിയ നഷ്ടാണ്. പറയുന്നത് എന്താ? ബഹുമാനല്ലേ? മൻ വഖറ സാഹിബ ബിദ്അത്തിൻ. ബിദ്അത്തിന്റെ കക്ഷിയെ ആരെങ്കിലും ബഹുമാനിച്ചു പോയാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ഇസ്ലാം പൊളിക്കാൻ കൂട്ടുനിന്നുപോയി. ഇസ്ലാം പൊളിക്കാൻ കൂട്ടുനിന്നുപോയി. ബഹുമാനപ്പെട്ട ഇമാം ബർബഹാരി റഹിമഹുല്ല അവിടുത്തെ ശറഹ് സുന്നയിൽ പറയുന്നത് കാണാം. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഖൗൽ ഹികായത്ത് ചെയ്യുന്നു. ആരാ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല? ബഹുമാനപ്പെട്ടവരെ, ബിദ്അത്തിന്റെ കക്ഷിയോട് അങ്ങേയറ്റം വെറുപ്പ് വെച്ച മഹാൻ. അദ്ദേഹം പറയുന്നത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരുപാട് വാക്ക് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു. ഇവിടെ ഇമാം ബർബഹാരിയും കൊണ്ടുവരുന്നു ശർഹ് സുന്നയിൽ, ലാ തജ്ലിസ് മഅ സാഹിബ ബിദ്അ, ലാ തജ്ലിസ് മഅ സാഹിബി ബിദ്അ ഫഇന്നി അഖാഫു അലൈക അൻ തൻസില അലൈക അൽലഅന. ബിദ്അത്തിന്റെ കക്ഷിയോട് കൂടെ ഇരിക്കരുത്, കാരണം അല്ലാഹുവിന്റെ അദാബ്, ശാപം നിന്റെ മേലിൽ ഉണ്ടായിപ്പോകും. നിന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടായിപ്പോകും. ഒരു ബിദ്അത്തിന്റെ കക്ഷിയോട് കൂടെ ഇരിക്കുന്നവൻ വരുന്ന വഴിയിലേ നീ പ്രവേശിക്കരുത്, നീ വേറെ ഒരു വഴി സ്വീകരിക്കണം. മനസ്സിലാക്കണം, ഈ പോയിന്റ് ശരിക്കും മനസ്സിലാക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്ത്? ആരെങ്കിലും ഒരു സാഹിബുൽ ബിദ്അത്തിനെ, സാഹിബുൽ ബിദ്അത്തിന്റെ കൂടെ ഇരിക്കുന്നവൻ ഒരു വഴിയിലെ നടന്നു വരികയാണെങ്കിൽ നീ അവന്റെ വഴിയിലെ പോകല്ല, നീ മറ്റൊരു വഴി പോകാൻ സ്വീകരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ പിന്നെ ഓന്റെ കൂടെ ഇരിക്കാൻ, ഓൻ വരുന്ന വഴി പോകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ പാർട്ടി പോകാൻ പറ്റുമോ? ഓൻ നടക്കുന്ന വഴി നീ
തെരഞ്ഞെടുക്കരുത് പോകാൻ, മറ്റൊരു വഴിയിൽ നീ സഞ്ചരിക്ക്. കാരണം അവൻ സാഹിബുൽ ബിദ്അത്തിന്റെ കൂടെ ഇരിക്കുന്നവനാ, അവന്റെ കൂടെ നീ പോയിരിക്കല്ല എന്നല്ല പറയുന്നത്. അവൻ വരുന്ന വഴിയിലേ നീ പോകല്ല, നീ മറ്റൊരു വഴി തേടണം പോകാൻ. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മനാഖിബിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്തായ ഒരു സ്വഭാവം ബഹുമാനപ്പെട്ടവർ പറയുന്നു, കാന ശദീദൻ അലാ അഹ്ലിൽ ഇൽഹാദ് വഅഹ്ലിൽ ബിദ്അ മുജാഹിറൻ ബിബഗ്ളിഹിം വഹജ്രിഹിം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ബിദ്അത്തിന്റെ കക്ഷിയോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച മഹാന എന്ന് മാത്രമല്ല, പച്ചക്ക് അവനുമായുള്ള യുദ്ധം പച്ചക്ക് പ്രഖ്യാപിച്ച മഹാന, അവനുമായി പിണക്കത്തിൽ കഴിഞ്ഞ മഹാന. ഒരൊറ്റ ബിദ്അത്തിന്റെ കക്ഷിക്കും കാരക്ക കൊടുത്ത് സൽക്കരിക്കാനും വട്ടക്ക വെള്ള കൊടുത്ത് സൽക്കരിക്കാനും ഇമാം ഷാഫിഈ തയ്യാറായിരുന്നില്ല. മറിച്ച് പച്ചക്കവനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് ഇമാമിനെ ഷാഫിഈ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു മനാഖിബിൽ ഉദ്ധരിക്കുന്നത് കാണുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്. കാരണം അഹ്ലുൽ ബിദ്അത്തിന്റെ കൂടെ ഇരിക്കല്ലേ, അഹ്ലുൽ ബിദ്അത്തിനെ സ്നേഹിക്കല്ല. നമ്മുടെ മഹത്തുക്കളായ അഇമ്മത്ത് മുഴുവനും ആ പാതയിലാണുള്ളത്. പിന്നെ ആരെങ്കിലും ചെയ്താൽ ആ ചെയ്തത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികളെ എടുത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നവർ തെറ്റുകാരാണ്. കാരണം അഇമ്മത്തിന്റെ പാത, ബഹുമാനപ്പെട്ട ഇമാം അഇമ്മത്ത് സുന്നയുടെ പാത, അഹ്ലുസുന്നയുടെ അഇമ്മത്തിന്റെ പാത, ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. അവർ പോകുന്ന വഴിയിലേ പോകാൻ പാടില്ല എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. ഇമാമിങ്ങൾ പറയുന്നത് അതാണ്. നമുക്കത്രേ പറയാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ മുഫ്ലിഹ് അവിടുത്തെ അൽ ആദാബു ശർഇയ്യ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 232-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, കാന സലഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ യൻഹൗന അൻ മുജാലസതി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ കക്ഷികളോട് കൂടെ ഇരിക്കുന്നതിന് ശക്തമായി വിമർശിച്ചിരുന്നു, വിരോധിച്ചിരുന്നു. അവരുടെ കൂടെ പോയിരിക്കാൻ പാടില്ല എന്ന് ശക്തിയുക്തം വാദിച്ചിരുന്നു അവർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി ശരിക്ക് ശ്രദ്ധിക്കുക. فإذا رأيت الرجل ഒരാളെ നീ കണ്ടാൽ, ഇനി നിങ്ങളോടാ പറയാനുള്ളത്, ഒരാളെ നിങ്ങൾ കണ്ടാൽ ജാലിസം മഅ റജുലിൻ മിൻ അഹ്ലിൽ അഹ്വാഇ, പുത്തനാശയക്കാരനോട് കൂടെ ഇരിക്കുന്നത് കണ്ടാൽ ഫഹസ്സിൽഹു വഅരിഫുഹു, അവനോട് പറയണം, ദാ നിങ്ങളെ കൂടെ ഇരിക്കുന്ന ആൾ പുത്തനാശയക്കാരനാ, അവന്റെ കൂടെ നിങ്ങൾ ഇരിക്കരുത്, വലിയ കേടാണ്, പറഞ്ഞു കൊടുക്കണം. പുത്തനാശയക്കാരനാണെന്ന് കണ്ടിട്ടും അവന്റെ കൂടെ പോയിരിക്കുന്നവൻ അവനെ സൂക്ഷിക്കണം. അവനും പുത്തനാശയക്കാരനാ. ആർക്ക് ലമീർ മടങ്ങിയാലും വേണ്ടിയില്ല, ആരിലേക്ക് ലമീർ മടങ്ങിയാലും വേണ്ടിയില്ല. ഇമാം ബർബഹാരി അവിടുത്തെ ശർഹ് സുന്നയുടെ 121-ാം പേജിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പുത്തനാശയക്കാരനാണെന്ന് അറിഞ്ഞിട്ടും കൂടെ ഇരിക്കുന്നവനുണ്ടല്ലോ, അവനെ സൂക്ഷിക്കണം. കാരണം അവനും പുത്തനാശയക്കാരനാ. നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതാ. ഞാനതുകൊണ്ട് എന്റേതായ ഒരു വാക്കുപോലും ഇതിൽ കൂടി പറയാൻ ആഗ്രഹിക്കാത്തത്. ഇമാമിങ്ങൾ പറഞ്ഞത് അപ്പടിയേ പറയാ, കിതാബിന്റെ ഉദ്ധരണികൾ മാത്രം പറയാ. എന്റെ ഒരൊറ്റ വാക്കും ഇതിൽ വരണ്ട. നമ്മുടെ ആശയം സ്വന്തം അഭിപ്രായം പറയണ്ടല്ലോ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് തബഖാത്തുൽ ഹനാബിലയുടെ 196-ൽ കാണാം, ഇദാ സല്ലമ അർ-റജുലു അലൽ മുബ്തദിഇ ഫഹുവ യുഹിബ്ബുഹു. ഒരു മുബ്തദിആയ മനുഷ്യന്റെ മേലിൽ സലാം ചൊല്ലിയാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവന് മറ്റവനോട് സ്നേഹം തന്നെയാണ്. ഇനി ആ മറച്ചു വെക്കണ്ടാൻ, അവന് മറ്റവനോട് സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുബ്തദിഇനോടും സലാം ചൊല്ലാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ. നമ്മളെന്താ അറിയുന്നത്?
നേരത്തെ സൽമാൻ ഫരീദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഓര് ഞങ്ങളോട് സലാമൊക്കെ ചെല്ലു, പിന്നെന്താ കൈപിടിച്ച് മുസാഫത്തൊക്കെ, എന്താ പറയണത്? ആരെപ്പറ്റി പറയണത്? അള്ളാഹു തആല കാക്കട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് പോണില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പുത്തനാശയക്കാരനോട് സമീപിക്കേണ്ട സമീപനം വിശദീകരിച്ചുകൊണ്ട് പറയുക, അവനോട് സലാം ചൊല്ലിയവൻ, അവൻ ആ സലാം ചൊല്ലിയവനും ആ ബിദ്അത്തുകാരനെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ ബിദ്അത്തുകാരനെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചവനെ ബഹുമാനിക്കുന്നവൻ ദീനു പൊളിയനാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനാണെങ്കിൽ ശ്രദ്ധിക്കണം, അവനും സാഹിബുൽ ബിദ്അ, പുത്തനാശയക്കാരനാണ്. അവനെ സൂക്ഷിക്കണം. അവൻ വരുന്ന വഴിയിൽ നിങ്ങൾ പ്രവേശിക്കരുത്, അവന്റെ പാർട്ടിയിൽ നിങ്ങൾ അംഗമാകരുത്, അവന്റെ പാർട്ടിയിൽ നിങ്ങൾ അംഗമാകരുത്, അവൻ വരുന്ന വഴിയിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഇമാമിങ്ങൾ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുന്നത്, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെയും കൂട്ടുകാരുടെയും സംഭവം ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെട്ടത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭ്രഷ്ട് കൽപ്പിച്ച സംഭവം, ആരും സലാം ചൊല്ലാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല, മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാലോ. ആ ഹദീസ് ധരിച്ചുകൊണ്ട് ഇമാം ബഗവി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാം. വഫീഹി ദലീലുൻ, ഈ പറഞ്ഞ ഹദീസിൽ ഒരു രേഖയുണ്ട്. ഏതാ ഹദീസ്? وكان الرسول صلى الله عليه وسلم خاف على كعب وأصحابه النفاق حين تخلفوا عن الخروج معه فأمر بهجرانهم إلى أن أنزل الله توبتهم وعرف رسول الله صلى الله عليه وسلم براءتهم فقد مضت الصحابة والتابعون وأتباعهم وعلماء السنة على هذا مجمعين متفقين على معاداة أهل البدع ومهاجرتهم. ചിന്തിക്കണം, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നബിയും സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും ഉലമാഉ അഹ്ലു സുന്നയും ഇവരൊക്കെയും അഹ്ലുൽ ബിദ്അത്തി വല്ലലാലയോട് പിണക്കം, അവരോട് ഇത്തിഫാക്കാവാതിരിക്കുക, അവരോട് ഒരു വിഷയത്തിലും യോജിക്കാതിരിക്കുക എന്ന വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. ഓരോട് മരിച്ചാലും പോകരുത്, ജയിച്ചാലും പോകരുത്, കണ്ടാമുണ്ടരുത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം ബഗവി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് പോയി പിന്നെ ഖുർആൻ എഴുതാൻ പോവുകയാണല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ അയിമത്തിനൊന്നും തിരിയാത്തൊരു മസാലേ, അത് ഖുർആൻ ഓതാൻ പോവുക. അവിടെ പോയിട്ട് ഖുർആൻ ഓതണം. ഏത് ഇമാമാ ചെന്നൈ ഇതൊക്കെ പഠിപ്പിച്ചത്? പൊട്ടത്തരൊക്കെ പറയുന്നതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? അതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? ഇമാം നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഇജ്തിഹാദ് തോട്ടിക്കാണ്ട് കളിച്ചെന്നേക്ക് ഇവരാർക്കാ വേണ്ട? നിങ്ങൾ ഇജ്തിഹാദ് അവനവന് തോന്നണ വഹാബി മൗദൂദികളെ പോലെ ഇജ്തിഹാദ് ചെയ്യുക, സ്വന്തം തോന്നിയാസം പറയേ. അല്ലാഹു തആല കാക്കട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബഹുമാന്യന്മാരായ അഇമ്മത്ത് പറഞ്ഞു, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഖദ് മലത്തിസ് സ്വഹാബ, സഹാബത്തിന്റെ കാലത്തും അങ്ങനെ തന്നെ, താബിഈങ്ങളുടെ കാലത്തും അത്ബാഇന്റെ കാലത്തും ഉലമാഉ സുന്നയുടെ കാലഘട്ടം ഇങ്ങനെ തന്നെ. ഏതാണ് ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ? അലാ ഹാദാ മുജ്മിഈന മുത്തഫിഖീന അലാ മുആദാത്തി അഹ്ലിൽ ബിദ്അ വ മുഹാജറതിഹിം. ബിദ്അത്തിന്റെ കക്ഷിയോട് പിണക്കം, അവരോടുള്ള വെറുപ്പ്, അവരോടുള്ള ദേഷ്യം, അത് വേണം, അത് അങ്ങനെ തന്നെ അവർ ചെയ്തു ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചവരാണ് അഹ്ലുസുന്നയുടെ അഇമ്മത്തും താബിഈങ്ങളും പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാ കിറാമും എല്ലാം എന്നാണ് ബഹുമാന്യന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇങ്ങനൊക്കെ ആകുമ്പോ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഇത്രയൊക്കെ അതിശക്തമായിട്ട് പറഞ്ഞു. പിന്നെ ഈ മുബ്തദിഇനോടുള്ള അഥവാ എന്തിനെ അവരെ ഇങ്ങനെ തോളിലേറ്റ് നടക്കുന്നു? ആർക്ക് വേണ്ടിയാണിത്? ആരെ തൃപ്തിപ്പെടുത്താനായത്? ആരെ തൃപ്തിപ്പെടുത്താനാ? എനിക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെതല്ലാത്ത ബിദ്അത്തിന്റെ ഒരൊറ്റ കക്ഷിന്റെ ഒരു സ്നേഹവും ആവശ്യമില്ല. ഞങ്ങൾ തുറന്നു പറയാൻ തയ്യാറാ.
ഞങ്ങൾക്ക് ആവശ്യമില്ല. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ അത് തന്നെയല്ലേ? അവരോടുള്ള ദേഷ്യം അത് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞങ്ങളത് തുറന്നു പറയുന്നു. അഹ്ലുൽ ബിദ്അത്തി വല്ലലാലയോട് ഞങ്ങൾ കണിശമായ വെറുപ്പില. ഞങ്ങൾക്ക് അതിന് യാതൊരു ബേജാറില്ല. ഞങ്ങൾക്ക് അവരെ ഒരിതും ആവശ്യമില്ല. ഇനി ഒന്നും ആ ഒരു സഹായം കിട്ടൂല, വേണ്ട, തൽക്കാലം തോട്ടും കടത്ത് നടക്കട്ടാറ്റുങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. താരീഖ് ബഗ്ദാദ്, ലിസാനുൽ മീസാൻ, ഇതൊക്കെ നോക്കിയാൽ കാണാം മെർരീസിയുടെ മരണം. ഞാൻ ഇന്നലെ മെനഞ്ഞാൻ തൽബീസിൽ നിന്ന് ഇബ്നുൽ ജൗസിയുടെ ഉദ്ധരണി വായിച്ചുകൊണ്ടും ഇതേ വിഷയം പറഞ്ഞിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കെ, ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു അങ്ങാടിയിൽ നിൽക്കുമ്പോഴാണ് മെർരീസി എന്ന മുബ്തദിഇന്റെ നേതാവ്, ബിദ്അത്തിന്റെ നേതാവിന്റെ മരണവാർത്ത അറിയുന്നത്. ബഹുമാനപ്പെട്ടവർ ഉടനെ അങ്ങാടിയിൽ നിന്ന് പ്രഖ്യാപിച്ചു, ലൗലാ അന്നഹു കാന മൗലിഅ ശുഹറ ലകാന മൗലിഅ ശുക്രിൻ വസുജൂദ് വൽഹംദുലില്ലാഹി അല്ലദീ അമാതാ. അല്ല, ഇത് സുജൂദ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ ശുക്രിന്റെ സുജൂദ് ഞാൻ ചെയ്യും. എന്നിട്ട് അൽഹംദുലില്ലാഹി അല്ലദീ അമാതാ, അവനെ മരിപ്പിച്ച അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും എന്ന് പറഞ്ഞവരാ ബഹുമാനപ്പെട്ട ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വലിയ നേതാവാന്നല്ല പറഞ്ഞത്, ഇന്നത്തെ അതല്ല പറഞ്ഞത്. ഇന്നത്തെ പറഞ്ഞത് എന്താ? ഒരു മുജാഹിദ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ പറയേണ്ടത് അൽഹംദുലില്ലാഹി അല്ലദീ അമാത, അവനെ മരിപ്പിച്ച അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും എന്ന് പറയാനാ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും ഉലമാ അഹ്ലുസുന്ന പഠിപ്പിച്ചത്, ഇന്നത്തെ അഹ്ലുസുന്ന പഠിപ്പിച്ചത്. വലിയ നേതാവാന്ന് പറയാനല്ല. ചിന്തിച്ചു നോക്കുങ്ങള്, അവന് വലിയ നേതാവാന്ന് പറയാനാ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അബൂദാവൂദ് എന്ന ഒരു മുബ്തദി മരണപ്പെട്ടപ്പോ അവന്റെ ആ മരണത്തിൽ സന്തോഷിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? വമൻ ലാ യഫ്റഹു ബിഹാദ, ആർക്കാവോ മരിച്ചൊരു സന്തോഷമില്ലാത്ത, എല്ലാവരും സന്തോഷിക്കുന്നില്ലേ, പിന്നെന്ത് കുറ്റാന്നാ പറഞ്ഞപ്പോ എന്താ? അഹ്മദ് ബിൻ ഹംബലും പെരുത്ത് സന്തോഷാണ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാ, ആരാ ഓന്റെ മരണത്തിൽ സന്തോഷിക്കാത്തത്? ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളൊക്കെ ബിദ്അത്തിന്റെ കക്ഷിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നു. അബ്ദുൽ മജീദ് എന്ന മറ്റൊരു മുബ്തദിഇന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോ അബ്ദുർ റസാഖ് സൻആനി റളിയല്ലാഹു തആല അൻഹു പറയൂ, അൽഹംദുലില്ലാഹി അല്ലദീ അറാഹ ഉമ്മത മുഹമ്മദിൻ മിൻ അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദിന്റെ ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിന് റാഹത്ത് നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. സിയർ അഅ്ലാമിൻ നുബല ഇമാം ദഹബി രേഖപ്പെടുത്തുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ, മുൻകാല പണ്ഡിതന്മാരുടെ, ഇമാമിങ്ങളുടെ ചര്യയാണ് നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കെ, അവരുടെ ചര്യ എന്താണ്? ഒരു മുബ്തദി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ മർഫിയത്ത് ചൊല്ലലല്ല, മറിച്ച് അവരുടെ ഷർറിൽ നിന്ന് ഈ സമൂഹത്തെ കാത്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറയാനാണ് അഇമ്മത്തത്രയും പഠിപ്പിച്ചത്. ഇനിയും എത്ര സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ മുജാദല. അല്ലാഹു തആല പറയുന്നു, നബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അന്ത്യദിനം കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നബിയെ. യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ദേഷ്യം വെക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിക്കാരനോട്
പ്രേമം വെക്കുന്നത് സ്നേഹിക്കുന്നവരായി കാണാൻ കഴിയൂല. മുഅ്മിനീങ്ങളെ കാണാൻ കഴിയൂല നബിയെ നിങ്ങൾക്ക്. എങ്ങനെ? മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പുത്തനാശയക്കാരനോട് സ്നേഹം വെക്കുന്നത് കാണാൻ കഴിയൂല. ചിലപ്പോ കുടുംബക്കാരായിരിക്കും. ഉപ്പ മുജാഹിദ, കുടുംബക്കാരനാണ്. ഉപ്പ മുജാഹിദ്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക? മുജാഹിദാണ്, ബാപ്പയാണെങ്കിലും തോട്ടും കടോട്ടും അടക്കട്ടെ. കാരണം ഉപ്പ പിതാവാണെങ്കിലും ശരി, മാതാവാണെങ്കിലും ശരി, കുടുംബക്കാരനാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി. ചിന്തിക്കുക. അല്ലാഹു തആല പറയുന്നു, അവരെ സ്നേഹം വെക്കേണ്ട ബാധ്യത സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അഥവാ മുഅ്മിനീങ്ങൾക്ക് ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ കൽപ്പന അതാണ്, അള്ളാന്റെ കൽപ്പന അതാണ്. പക്ഷേ ഇതിന്റെ ആയത്തിന്റെ ഒരു മഫ്ഹൂമുണ്ട്. അങ്ങനെ വല്ലവരും സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും അവരോട് കൂടിപ്പഴകുന്നതും കണ്ടാൽ അവനെപ്പറ്റി എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക? എന്താണ് അവരെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈമാന്റെ കുറവാണ്. അവര് പരിപൂർണമായ മുഅ്മിനീങ്ങളെ അല്ല എന്ന് മനസ്സിലാക്കണം. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ DC ആയിപ്പോയോ? ഞാൻ DC ആയോ സുഹൃത്തുക്കളെ? കേൾക്കണ്ടില്ലേ? അപ്പൊ അല്ലാഹു തആല പറയുന്നത്, അന്ത്യദിനം കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവർ അവര് ഒരിക്കലും തന്നെ അള്ളാഹുവിനെയും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ആളുകളും വെറുക്കുന്ന ആളുകള് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിച്ച മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്ന ആളുകളെ സ്നേഹിക്കുന്നതായി കാണാൻ നബിയെ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അവരോടൊക്കെ വെറുപ്പ് വെച്ചിട്ടുള്ള മുഅ്മിനീങ്ങള്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ കൊത്തിവെച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ കൊത്തിവെച്ചു. അവരുടെ ഹൃദയം ഈമാൻ കൊണ്ട് പ്രശോഭിതമാണ് നബിയേ. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ബിദ്അത്തി വല്ലലാല, പേച്ച ആശയക്കാരോട് ദീനുൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രൂപത്തിലും അവരോട് കൂടെ അടുക്കാൻ പറ്റൂല. ഒരു രൂപത്തിലും അവരോട് കൂടെ അടുക്കാൻ പാടില്ല. ഒരു വിഷയത്തിലും അവരോട് കൂടെ ബന്ധപ്പെടാൻ പാടില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഇന്നത്തെ അവരുടെ മരണശേഷം അവരെ തഅസിയത്ത് ചെയ്യുന്ന വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. തഅസിയത്ത്, മരണശേഷം അവര് പിന്നെ അവരുടെ മഹത്വങ്ങളൊക്കെ പറയാ, മർസിയത്തൊക്കെ പറയാ, അവര് വലിയ മഹാനാന്ന് പറയാ, അവരുടെ കുടുംബക്കാരെ ബഹുമാനിക്കുക, പിന്നെ സമാധാനിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനാണല്ലോ മരിച്ചെടുത്തു പോക്ക്. മരിച്ചെടുത്തു പോണ എന്തിനാപ്പത്? മരിച്ചെടുത്തു പോണ എന്തിനാ? തഅസിയത്തിനാണ്. അവരുടെ കുടുംബക്കാരൊന്ന് സമാധാനിപ്പിക്കാൻ, അതുപോലെ തന്നെ ഈ ആള് വലിയ മഹാനാന്ന് മർസി പറയാന്, ഇതിനൊക്കെ വേണ്ടിയാ പോണ്. ഇതിനെക്കുറിച്ച് അയിമ്മത്ത് എന്താ പറഞ്ഞ്? ഷെർവാനി നോക്കിയാ കാണാ, വതുക്റഹു തഅസിയ ലിനഹബി താരിഖി സ്വലാത്തിൻ വമുബ്തദിഇൻ. മുബ്തദിഇനെ തഅസിയത്ത് ചെയ്യുക എന്നുള്ളത് കടുത്ത തെറ്റാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കടുത്ത തെറ്റാണ് അത്. മുബ്തദി ആയ മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാലും, ഇനി മരണപ്പെട്ട ആള് സുന്നിയാണെങ്കിലും ശരി, ഉപ്പ മുജാഹിദ്, അപ്പൊ മുജാഹിദായ മനുഷ്യന് സമാധാനം കൊടുക്കലാണെങ്കിലും ശരി, അത് പറ്റൂല. മരിച്ചതൊക്കെ സുന്നിയാണ്, പക്ഷെ തന്താരാണ്? മുജാഹിദ. അപ്പൊ മുജാഹിദിന്റെ അടുത്തേക്ക് പോയിട്ട് അസ്സൻ അല്ലാഹു അസാക്ക എന്ന് പറയുക, അത് പറ്റൂല. മനസ്സിലായില്ലേ? അത് പറ്റൂല. അത്രയും ദീനുൽ ഇസ്ലാമി വിഷയത്തിൽ കണിശമായ സമീപനാണ് സ്വീകരിക്കുന്നത്. എന്നിട്ടും അല്ലാഹു തആല കാക്കട്ടെ, പലരും ഈ വിഷയത്തിൽ വളരെ വളരെ ലാഘവത്തോടു കൂടെ കാണുന്നു എന്ന് പറയുമ്പോൾ, അതും സമൂഹത്തിലെ ഉന്നതന്മാരും വലിയ വലിയ മഹാന്മാർ എന്ന് സമൂഹം വിശ്വസിക്കുന്ന ആളുകളും ഇതൊക്കെ ചെയ്യുമ്പോൾ, പാവപ്പെട്ട ഈ ജനങ്ങൾ ഈ ബിദ്അത്തിന്റെ കക്ഷികളുമായുള്ള സമീപനത്തിൽ അയവ് വന്നു പോകും. അത് ഭയപ്പെട്ടത് കൊണ്ടാണ് ഈ വിഷയം ഇത്രയും സജീവ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വന്നത്. ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്കിലേക്ക് വരാം. ഞാൻ നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട സൽമാൻ സഹരി ഉസ്താദ് പിന്നെ മൈക്കിൽ നിന്ന് DC ആയി പോയപ്പോ ആ വിഷയം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം മൈക്കെടുത്തതാണ്. ഉസ്താദും ഇടയ്ക്ക് ഉസ്താദിനെയും കണ്ടിരുന്നു. റൂമിൽ എന്തോ ഒരു ടെക്സ്റ്റോ മറ്റോ ഞാൻ കണ്ടിരുന്നു. ഉസ്താദിനെയും മറ്റുള്ളവരെയും ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. റഷീദ് കേൾക്കുന്നുണ്ടോ? റഷീദ് ഞാൻ നേരത്തെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് റഷീദ് എൻ്റെ കയ്യിൽ നിന്ന് അത് ഇതായി പോയിട്ടുണ്ട്. പയ്യോൽ ഉസ്താദിന്റെ ഐഡിയിലേക്ക് ഞാൻ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഷാഫി ഇമാമിന്റെ അതും തെളിയിക്കാൻ കഴിയുമോ? ഷാഫി ഇമാമിന്റെ ഏതെങ്കിലും മദ്ഹബിൽ ഏതെങ്കിലും ഇതായിട്ട് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻവാദികളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ഒരു SK നേതാവ് വെല്ലുവിളിക്കുന്നുണ്ട്. ഉസ്താദിന് കിട്ടിയ ഗൂഗിൾ ടോക്കിലേക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കേട്ടോ എന്നറിയില്ല. അതാണല്ലേ നമ്മൾ പറഞ്ഞത്. وكان الشافعي رضي الله تعالى عنه شديدا على أهل الإلحاد وأهل البدع مجاهرا ببغضهم وهجرهم. مناقب الشافعي ഇമാം ബൈഹഖി 1469. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ബിദ്അത്തിന്റെ ഒരു കക്ഷിയോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അവരോട് പിണക്കം പ്രഖ്യാപിച്ച് പച്ചക്ക് പറയുന്ന, പച്ചക്ക് പിണങ്ങി, പച്ചക്ക് അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളാണ്. മരിച്ചെടുത്ത് പോകണമെന്ന് പറയുന്ന ആളല്ല. മുജാഹിദുകാരൻ മരിച്ചെടുത്ത് പോകണമെന്ന് പറയുന്ന ആളല്ല, മറിച്ച് അവരോട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇനി നോക്കുക ബഹുമാനപ്പെട്ട ഇമ്മ ഷാഫിഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഷാഫിഈ ഫിഖ്ഹ് എടുത്തു നോക്കിയാൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പ്രത്യേകം പറയുന്നത് കാണാം. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന ആൾക്ക് ആ മയ്യത്തിൽ നിന്ന് വല്ലതും വെളിവായാൽ എന്ത് ചെയ്യാൻ പാടില്ല? അത് പറയാൻ പാടില്ല എന്നാണ് നിയമം. അതാണ് അത് പബ്ലിക്കിനോട് പറയാൻ പാടില്ല. ഞാൻ കുളിപ്പിക്കുമ്പോ ഇന്നത് കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ ആയി എന്ന് പറയരുത്. അങ്ങനെ വല്ല ഐബും ആ മയ്യത്തിൽ നിന്ന് വെളിവായാൽ പറയരുത്. അയ്യേ ആവൂന്ന് പറയാൻ പറ്റുന്ന ഒന്നും പറയാൻ പാടില്ല എന്ന നിയമം. ഇത് ഷാഫിഈ മദ്ഹബ. അവിടെയും ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, മുബ്തദി ആയാൽ ഒഴികെ. മുബ്തദി ആണ് എങ്കിൽ അവന്റെ ഐബ് പറയുകയാണ് വേണ്ടത്. ഇതാണ് അസ്ഹാബു ഷാഫിഈ, ഇതാണ് ഷാഫിഈ മദ്ഹബ് അല്ലേ? അപ്പോ ഷാഫിഈ മദ്ഹബ് അഹ്ലുൽ ബിദ്അത്തി വല്ലലാലയുടെ മയ്യത്തിനെ പോലും ഇഹാനത്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നവരാ. പിന്നല്ല മയ്യത്തിന്റെ അടുത്തേക്ക് പോയിട്ട് നീ വലിയ നേതാവ് എന്ന് പറയല്. മയ്യത്തിനെ പോലും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇഹാനത്തിലാക്കാനെന്ന സുന്നത്ത് ജമാഅത്ത് ഷാഫിഈ മദ്ഹബ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി എന്താ വേണ്ടത്? മൈക്കെടുത്തോളൂ. എനിക്കൊരു 2 മിനിറ്റ് ഉസ്താദ് സോറി ഉസ്താദ് ഇവിടെ ഉണ്ടോ? സൽമാൻ സോറി ഉസ്താദ് ഇവിടെ ഉണ്ടെങ്കിൽ ഉസ്താദിന് മൈക്കിലേക്ക് വന്നോളൂ. എനിക്കൊരു 2 മിനിറ്റ് ഒരു ചെറിയ പരിപാടി ഉണ്ട്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഓരോന്നിനും നേരത്തെ ഞാൻ പറഞ്ഞ ഉസ്താദ് ഓരോന്നിനും അക്കമുട്ട മറുപടി പറയുന്നു. പിന്നെ ഷാഫി ഇമാം പറഞ്ഞ ഉത്തരണിയാണ് ഉസ്താദ് പറഞ്ഞത്. അത് എന്ത് മർക്കഡോസ്റ്റിന്റെ ചോദ്യമാണോ? ഷാഫി ഇമാം ഫിഖ്ഹിൽ തന്നെ പറഞ്ഞു എന്നുള്ളത്. ഫിഖ് അത് എന്തോ വേറെന്തൊരു ഉദ്ദേശമാണ്. ഫിഖ്ഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രാമാണികമായ ഗ്രന്ഥമാണ് മുസ്ലിമുകളെ അടിസ്ഥാനമാക്കുക. ഇജ്മാ, ഖിയാസ്, അങ്ങനെയല്ലേ? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇത് വെച്ചിട്ടാണ് സുന്നികൾ മറുപടി പറയുക സാധാരണ. അതാ പറയുന്നത്, സുന്നത്ത് ജമാഅത്തുനിന്ന് കയ്യിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പുത്തൻവാദികളോട് ചോദ്യം പോലെ ഫിഖ്ഹിലുണ്ടോ ഖുർആനിലുണ്ടോ? അതല്ല മുസ്ലിമുകളുടെ അടിസ്ഥാനം ഖുർആൻ, ഹദീസ്, ഇജ്മാ, സുന്നത്ത്. ഇത് 4ആണ്. ഈ അടിസ്ഥാനത്തിലാണ് സുന്നികൾ മറുപടി പറയുക. മുസ്ലിമുകളെല്ലാം അങ്ങനെ തന്നെ. പഴയകാലത്ത് മുജാഹിദുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണത്. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ടോ? അങ്ങനെ നമ്മളൊരു ഫിഖ്ഹ് മാത്രം, എന്തൊരു ഫിഖ്ഹ് മാത്രം, അങ്ങനെ ഒരു ചോദ്യം ഫിഖ്ഹിൽ മാത്രം ഉണ്ടോ? എനിക്കറിയുന്നില്ല ആ ചോദ്യത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. എന്തെങ്കിലും ഉദ്ദേശമായിരിക്കും. അപ്പൊ എവിടെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇല്ല എന്ന് കണ്ടാൽ അതിലില്ല, മുജാഹിദുകളോട് സമീപിക്കണ്ടെന്ന്, പിന്നെന്തുകൊണ്ട് സമീപിച്ചുകൂടാ എന്ന് പറയാനാവാം ചിലപ്പോൾ ആ വാക്ക് ഉദ്ധരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഫിഖ്ഹിലുണ്ടോ എന്ന് പറയുന്നതിന്റെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ് ഉസ്താദ് വായിച്ചത്.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ ഫിഖ് വലിയ പണ്ഡിതൻ തന്നെയാണെന്ന് ആർക്കും അറിയാത്തത്? അതുകൊണ്ട് ആ ചോദ്യത്തിന് ഒരു അടിസ്ഥാനമില്ലാത്ത ചോദ്യമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും ഇജ്മാഅ്, ഖിയാസ്, കിതാബ്, സുന്നത്ത് ഈ അടിസ്ഥാനത്തിൽ ഒരു ഇമാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റുള്ള നിലക്ക് അതിലുണ്ടോ ഇതിലുണ്ടോ ചോദിക്കുന്നത് എനിക്ക് ഹലോ, അസ്സലാമു അലൈക്കും. സാർ മൈക്ക് പോയിട്ടുണ്ട്. അവസ്ഥ കേൾക്കുന്നുണ്ടോ? എന്റെ മൈക്ക് പോയിട്ടുണ്ടേ. മൈക്കിലേക്ക് ഒന്ന്. ഓക്കെ. മൈക്ക് പോയ സുഹൃത്തുക്കളെ, എന്റെ മൈക്ക് പോയോ? കേട്ടില്ല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. ഇപ്പൊ എന്താ പറഞ്ഞ്? ഉസ്താദ് ഇപ്പം വരും. ഞാനിപ്പോ മറുപടി അറിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മുസ്ലിമുകളുടെ അടിസ്ഥാനം അത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മുസ്ലിമുകളുടെ അടിസ്ഥാനം ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസാണ്. ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് മറുപടി പറയേണ്ടത്. പണ്ട് പുത്തൻവാദികളോട് സംവാദം നടത്തുന്ന സമയത്തും മുഖാമുഖം നടത്തുന്ന സമയത്തും നമ്മുടെ പണ്ഡിതന്മാർ അതിൻ്റെ രേഖകൾ തയ്യാറാക്കുന്നത് തന്നെ ഖുർആൻ, ഹദീസ്, പിന്നെ ഇജ്മാഅ്, ഖിയാസ് ഈ അടിസ്ഥാനത്തിലാണ് മറുപടി പറയൽ. അതായത് ഖുർആനും ഹദീസും കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? ഖുർആനിലെല്ലാം ഉണ്ടോ? സാധാരണ പറയുന്ന ഖുർആനിലെല്ലാം ഉണ്ടോ? ഹദീസിനെ ഖുർആൻ കൊണ്ട് പിന്നെ ബയാൻ ചെയ്യുന്നു, ഖുർആനിനെ ഹദീസ് കൊണ്ട് ബയാൻ ചെയ്യുന്നു. അത് സാധാരണ നിസ്കാരത്തെ 5 വക്ത് നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനിൽ വ്യക്തമായി സ്വല്ലൂ ഖംസക്കും എന്ന് ഖുർആൻ ഒരു എവിടെങ്കിലും ആയത്ത് പറഞ്ഞിട്ടുണ്ടോ? അതേ സമയത്ത് ഹദീസിലുണ്ട്. അപ്പൊ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിൽ അതിന്റെ ഭാഗങ്ങളെ കൊണ്ട് പിന്നെ വ്യാഖ്യാനം ചെയ്യുന്നു. അത് സാധാരണയാണ്. എനിക്ക് ഖുർആനും സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഫിഖ്ഹിലുണ്ട്. ഞാനിപ്പോ ആദ്യം കേൾക്കുന്നത് ഫിഖ്ഹിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഖ്ഹിൽ തന്നെ ഇമാമികൾ ഉദ്ധരിക്കുന്നിടത്തുണ്ട്. ഇനി ഇല്ല എന്ന് പറയുന്നിടത്ത് തന്നെയാണെങ്കിൽ അതിന് ആ ചോദ്യത്തിന് അടിസ്ഥാനമില്ല. അപ്പൊ ഖുർആൻ, ഹദീസ്, ഖിയാസ്, ഇജ്മാഅ് ഇത് 4 കൊണ്ടാണ് മുസ്ലിമുകൾ തെളിവ് പറയുക. പിന്നെ അത് ഫിഖ്ഹിലുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രശസ്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട വൈഉൽ ഉസ്താദ് വന്നിട്ടുണ്ട്. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാ. സലാം സുഹരി ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, മുജാഹിദീങ്ങളുമായിട്ട് കൂടാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ഒരു ഇത് കണ്ടില്ല നിങ്ങൾ? എന്തെങ്കിലും ഒരു മസാല എവിടെങ്കിലും ഒന്ന് ഒത്തി കിട്ടണം. എവിടെങ്കിലും ഒരു മസാല ഒത്തി കിട്ടിയാല് എന്തായി? മുജാഹിദീങ്ങളോട് കൂടെ ഇരിക്കാലോ, ഓല മയ്യത്ത് കാണാൻ പോവാലോ. ഇതല്ലേ ഉദ്ദേശം? ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താ? ഖുർആൻ പറഞ്ഞാ പോരാ, ഹദീസിൽ വന്നാ പോരാ, മുഹദ്ദിസുകൾ പറഞ്ഞാ പോരാ, അതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാ KCR-കാരന്റെ വാദം. എന്തിന്? മുജാഹിദുകാരന്റെ കൂടെ ഇരിക്കുന്നതിനെ. നിങ്ങൾ ചിന്തിക്കണം. നാട്ടുകാർ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. മുജാഹിദുകാരന്റെ അല്ലെങ്കിൽ ജമാഅത്തുകാരന്റെ കൂടെ ഇരിക്കുന്നതിന് എതിരായി മുഹദ്ദിസീങ്ങൾ പറഞ്ഞാ പോരാ, ഹദീസിൽ ഉണ്ടായാ പോരാ, ഖുർആൻ പറഞ്ഞാ പോരാ. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾക്ക് എന്ത് വേണം? അതെ, ഇന്നതിൽ തന്നെ കണ്ടാലേ ഞങ്ങൾക്ക് മുജാഹിദിന്റെ കൂടെ ഇരിക്കാൻ പറ്റാതാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് എന്താ അതിന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശം എന്തായാലും അല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അസ്ഥിവാരമിട്ട ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. ആയിരുന്നോ? എന്നാ പിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? വരക്കൽ മുല്ലത്തോയ തങ്ങൾ അറബി നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ടവർ ഇത്ര കഷ്ടപ്പെടേണ്ടിയിരുന്നോ? ഇത്ര കഷ്ടപ്പെടേണ്ടിയിരുന്നോ? കേരളക്കരയിൽ ഇത്ര പ്രയാസപ്പെടേണ്ടിയിരുന്നോ? ഇല്ല. മറിച്ച് അവര് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയോട്
ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മഹത്തായ സംഘടനയുടെ ആളുകൾ ഇന്ന് കഷ്ടമെന്ന് പറയട്ടെ, വളരെ ഖേദത്തോടു കൂടെ പറയട്ടെ, ഇതിനു വേണ്ടി വാദിക്കുക, അതിനു വേണ്ടി മസാല ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്തിനാ അവർക്ക് തെളിവ് കൊടുക്കേണ്ടത്? ഇല്ലേ? മുജാഹിദുകാരന്റെ കൂടെ ഇരിക്കാൻ പരിശുദ്ധമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഥവാ ശാഫിഈ മദ്ഹബിൽ അതിന് എതിരായ രേഖയില്ലെന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനെതിരായിട്ട് രേഖയില്ലേലോ. അല്ലാഹു തആല കാക്കട്ടെ സുഹൃത്തെ. ഏത് പടുജാഹിലാത് പറഞ്ഞത് എങ്കിലും, ഏത് പടുജാഹിലാണത് പറഞ്ഞത് എങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തിനാണ് ഇവര് ഈ കഷ്ടപ്പെടുന്നത്? മുജാഹിദിന്റെ കൂടെ പോയിരിക്കണം, അവരെ കാരക്ക വാങ്ങണം, അവരോട് സലാം ചൊല്ലണം. അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, 4ാം ക്ലാസ് പാഠപുസ്തകം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പഴയകാല 4ാം ക്ലാസ്സിലെ പാഠപുസ്തകം അന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഭാഗമാണ് എന്ത്? സലാം ചൊല്ലാൻ പാടില്ല. അല്ലേ? മുസ്ലിം സഹോദരന്മാരിൽ ആരെ കണ്ടുമുട്ടിയാലും സലാം പറയണം, അത് സുന്നത്താണ്. ഇസ്ലാമിൽ ഏറ്റവും പുണ്യമായ കാര്യം ഏതാണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ ഭക്ഷണം നൽകലും നീയുമായി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം ചൊല്ലലുമാകുന്നു എന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്. എന്നാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. കണ്ടാ, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ പുത്തൻവാദികൾക്ക് സലാം പറയരുത്, ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സമസ്തയുടെ പഴയ 4ാം ക്ലാസ് പാഠപുസ്തകം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ആളുകൾ പറയണു അതല്ല, അതിന് ഓര മയ്യത്തേക്കരിക്കാൻ പാടില്ല എന്നും ഓരോ കൂടെ പോകാൻ പാടില്ല എന്നും. ഇവിടെ നിങ്ങൾ ഇതൊരു ധാരണ മനസ്സിലാക്കണം, ഒരു തെറ്റിദ്ധാരണ പരത്തലുണ്ട് ഇവിടെ. ഇതിന്റെ അഹിലുകാരൊരു തെറ്റിദ്ധാരണ പരത്തലുണ്ട്, അവർ മുസ്ലിം അല്ലേ എന്ന് ചോദിക്കും. മുജാഹിദ് മുസ്ലിം അല്ല എന്നൊരു പിന്നെ ഇത് നിങ്ങൾക്കുണ്ടോ, വിശ്വാസം നിങ്ങൾക്കുണ്ടോ, അങ്ങനെ നിങ്ങൾ വാദിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അല്ല, അവർ മുസ്ലിമാണ്. അവരെ കുറിച്ച് നമ്മൾ കാഫിറാണ് എന്ന് വിധി പറയാത്ത കാലത്തോളം അവർക്ക് മുസ്ലിമിന്റെ അഹ്കാമുകളാണ് നിലനിൽക്കുക. അപ്പൊ മുസ്ലിമിന്റെ ഹുക്കം എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണേ. സത്യത്തിൽ മുജാഹിദ് മുസ്ലിം ആണോ? അത് മറ്റൊരു വശമാണ്. കാരണം അവരുടെ വാദങ്ങൾ മുഴുവനും ദീനിന്ന് പുറത്തു പോകാൻ പര്യാപ്ത. ദീനിന്ന് പുറത്തു പോകാൻ പര്യാപ്തമാണ് അവരുടെ വാദങ്ങൾ അത്രയും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ അവരെ കുറിച്ച് പച്ചയ്ക്ക് അവർ കാഫിറാണ് അല്ലെങ്കിൽ മുശ്രിക്കാനും കാഫിറാനും നമ്മൾ പറയാത്തത് കൊണ്ട് തന്നെ എന്താണ് വരുന്നത്? അവർ മുസ്ലിമാന്ന് വരും. മുസ്ലിമാണെങ്കിൽ 4 നിബന്ധന, 4 കാര്യം. 1, മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറവ് ചെയ്യുക. ഈ 4 കാര്യം മനസ്സിലായോ? ഈ 4 കാര്യം ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ നിർബന്ധമാണ്, ഫർള് കിഫായയാണ്. ഈ 4 കാര്യം ആർക്കും വേണം? മുജാഹിദിനും വേണം. കാരണം അവർ മുസ്ലിമാണ്. അവിടെയും നിങ്ങൾ ചിന്തിക്കുക, 4 കാര്യം വീടാൻ ഇപ്പൊ എന്താ വേണ്ടത്? ഓനെ കുളിപ്പിക്കാം. ആരെങ്കിലും ഒരാൾ പോയിട്ട് ആ ഫർളായ ഒരു കുളിയുണ്ട്, ആ ഒരു ഫർളായ കുളിയുണ്ട്, ആ കുളിയാണ്ട് കുളിപ്പിക്കുക, കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യുക, എന്നിട്ട് പള്ളിക്കാട്ട് കൊണ്ടുപോകണമെന്നില്ല. കാരണം മുശ്രിക്കീങ്ങളാണല്ലോ, നമ്മളെ ഓല ഭാഷയെ പറഞ്ഞാൽ നമ്മള് മുശ്രിക്കീങ്ങളുടെ മക്ബറെ കൊണ്ടാച്ച് വെക്കണ്ടാലോ, ഏതെങ്കിലും വല്ല ചോടലക്കാട്ടിലും കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട് മൂടുക. ഇത് നിർബന്ധം കഴിഞ്ഞില്ലേ? പിന്നെ നിക്കാരം, അതിന്റെ ഇടയ്ക്കൊരു നിക്കാറ്. അതേതെങ്കിലും ഒരു വെമ്മീതായ കുട്ടിനെ കൊണ്ട് ഒരൊറ്റ ആള് ആ നാട്ടില് പിന്നെ മുസ്ലിം ഇല്ലെങ്കിൽ, ആ നാട്ടില് മുജാഹിദ് വേറെ ഇല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു മുജാഹിദ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ്. മുജാഹിദ് നിസ്കരിക്കാനും കൊണ്ടുപോകാനും ഇരിക്കാനും വെക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാധ്യത ഇല്ല, അവർ കൊണ്ടുപോയിക്കോട്ടെ. ഇനി ഒരു മിനിറ്റ്, സലാം ജോലിസ്റ്റ ഒന്ന് മൈക്കിലേക്ക് എന്നുള്ളൊരു കസ്റ്റമർ ഉണ്ട്. കേട്ടില്ലേ? ചിരി വരിക ഉസ്താദിയുടെ ഓരോന്ന് പറയുമ്പോ നമ്മള് എന്റെ ബേജാറ് പറഞ്ഞ് ചിരിയും വരുന്നത്. ഉസ്താദികളെ സംബന്ധിച്ച് പറയുന്ന അവരെ ഒരു വസ്തു അല്ലാതെ ഇപ്പൊ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധാരണ ഫിഖഹിന്റെ ഉലമാക്കളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്.
ഒരു പുത്തൻവാദി ഒരു നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സാധാരണ ആരുമില്ല എന്ന് കണ്ടാൽ സുന്നികളിൽ നിന്ന് തന്നെ സാധാരണക്കാർ പോകണമെന്നാ. അത് ഒരു മുസ്ലിയാർ പോകാൻ പറ്റൂല. സുന്നികളിൽ നിന്ന് സാധാരണക്കാരാരെങ്കിലും പോയി ആ ചടങ്ങ് നടത്തണം. അതിന് ഇമാമിങ്ങൾ പറയുന്ന കാരണം തന്നെ അവരെ പിന്തുടരുന്നതിന്റെ വിഷയം പറയുന്നിടത്ത് പറഞ്ഞില്ലേ, പുത്തൻവാദികളെ ആലിമീങ്ങൾ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിഷയം പറഞ്ഞ് ഫത്വയിൽ അടക്കം അത് ഷർവാന്റെയും തൂഫിയുടെ ഒക്കെ ഷറയെ നന്നായി വിശദീകരിച്ചു. മറ്റുള്ളവർക്ക് പുത്തൻവാദികളുടെ മയ്യത്ത് സന്ദർശിക്കുന്നതോ അവരോട് കൂടിയിരിക്കുന്നതോ അവരുമായി പങ്കിടുന്നതോ കുഴപ്പമില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും, സാധാരണക്കാർക്ക് തോന്നിപ്പോകും. ആ നിലക്ക് അതുകൊണ്ടാണ് അവരുമായി അകന്നു നിൽക്കണം. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ഇനി അഥവാ ആ പുത്തൻവാദികൾ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കണ്ടാൽ അന്നാട്ടിൽ ഒരു മുജാഹിദും ഇല്ല എങ്കിൽ സുന്നികളായ സാധാരണക്കാരെങ്കിലും പോയി ചടങ്ങ് നടത്തണമെന്നാണ്. അപ്പോ അത് എന്തുകൊണ്ട് കാരണം എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ ധാരണയിൽ അവരുടെ അടുക്കൽ പോയി സന്ദർശിക്കുന്നതോ പങ്കിടുന്നതോ കുഴപ്പമില്ല എന്ന് സാധാരണക്കാർക്ക് തോന്നിപ്പോകരുത്. ഇതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മറ്റുള്ളവർക്ക് കിട്ടേണ്ട വിഷയം എന്താ? ഏതെങ്കിലും ഒരു മതമനുസരിച്ച് ഫിഖിൽ ഇല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അവരോട് സാഹസിക്കുന്നതിനെന്താ? ഇബ്നു ഹജർ തുഫയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ പറഞ്ഞിട്ടുണ്ടോ? ഖത്തീബ് സിർബീനി മുഹനിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഷാഫി മതത്തിൽ പ്രഗത്ഭമായ ഗ്രന്ഥമാണല്ലോ ഇത്. ഈ ഗ്രന്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവരെ സന്ദർശിക്കുന്നതിന് കുഴപ്പമില്ലാന്ന്. അവരല്ലേ പറയേണ്ടത് എന്ന് പറയാനായിരിക്കും ഫിഖിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട അടിസ്ഥാനം. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല അവരുടെ ഷർറിൽ നിന്ന് നമ്മെ സലാമത്തരാക്കുക. എന്താ പിന്നെ പറയാ? അവിടത്തേക്കാ പോയിക്കൊടുത്ത് പണ്ടേ ചോദിക്കുന്ന വിഷയമാണ്. ഇത് അവരല്ല, അവരുടെ നേതാക്കൾ പറഞ്ഞു കൊടുത്തതാണ്. ഈ ചേളാരി സമസ്ത കുട്ടികൾക്ക് അവരുടെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതങ്ങനെയാണല്ലോ. ഓഫീസ് എന്ന് പറയുന്ന ആ ചീട്ട് വഹാബികളെ പോലെ ഓഫീസ് എന്ന് കൊടുക്കുന്ന അതേ ചീട്ട് കൊണ്ടത് ക്ലാസ് റൂമിൽ വിളമ്പലാണ്. അപ്പോ അത് പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരു നേതാവ് അത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരാരെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടായിരിക്കും ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ചില സാഹചര്യങ്ങളിൽ അവരോട് പങ്കിടുന്നതെനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കല്ലിവെച്ച നുണ ശംസുൽ ഉലമയുടെ മേൽ വെച്ച് കെട്ടിയത് ഈ ഒരു ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് പറയാനായിരിക്കാം. അല്ലെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യം. ഞാനിപ്പോ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പുത്തൻവാദികളെ അതേ ചോദ്യം, വഹാബികളെ അതേ ചോദ്യം. ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇത് മറ്റുള്ള ചേറാളി സംസ്ഥാന അടുക്കൽ നിന്ന് അടുത്ത കാലത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പോ പുത്തൻവാദികളുടെ അച്ചാരം മേടിക്കുന്നത് കൊണ്ട് അവരുടെ അതേ ചോദ്യം മറുപടിയുമാണ് ചേളാരി സമസ്തക്കാരും നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ പോക്കെടുത്ത് നോക്ക്. അപ്പൊ സുന്നത്യമായിട്ടും ആദർശം അവരെ കയ്യിലില്ല എന്ന് വ്യക്തമായി ഓരോ ദിവസവും സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ നല്ലോണം വേർതിരിച്ച് അറിയണം. പിന്നെ പേരിന് സുന്നികളുണ്ട്, നമ്മൾ അവരെ മുസ്ലിമുകളെന്ന് പറയണല്ലോ. ഇപ്പൊ ഉസ്താദ് പറഞ്ഞതുപോലെ വഹാബികളെ നമ്മെ കാഫിറാക്കുകയാണെങ്കിൽ നാം അവരെ കാഫിറാക്കുന്നില്ല, അവർ മുസ്ലിമുകളാണ്. മുസ്ലിം എന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ആയതുകൊണ്ട് ആ ഒരു നിലക്കുള്ള സമീപനം അവരോട് ഉണ്ടാകുന്നത് വഹാബിനെ അത്രയും കർശനമായി ഇസ്ലാം എതിർത്തത് കൊണ്ട് തന്നെ. എങ്ങനെ എതിർക്കാതിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ ജനിക്കുന്നത് പോലെ ജനിക്കുകയും സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ മരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ജീർണമായി പോയി എന്ന് വരെ മഹാരന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ചും ഔലിയാക്കളെ സംബന്ധിച്ചും അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ചരിത്രമാണല്ലോ നമ്മുടെ ആത്മീയ നേതാവായ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ബിംബമാണ് എന്ന് ഒരു ചങ്ങായി പറഞ്ഞു, ബാലു എന്ന് പറയപ്പെടുന്ന ഒരു ചങ്ങായി. അപ്പൊ മമ്പുറം തങ്ങൾ കാഫിറാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക്
പുത്തൻവാദികളെ, നമ്മുടെ നേതാക്കളെ, ഈ പറയുന്ന സമുദായത്തെ മുഴുവനും നയിച്ചു കൊണ്ടുവരുന്ന ആത്മീയ നേതാക്കളെ മുഴുവനും കാഫറും ബിംബവുമാണെന്ന് പറയുമ്പോൾ എങ്ങനെ അവരുമായി സഹകരിക്കാൻ, അവരുമായി പങ്കിടാൻ ഒരു മുസ്ലിമിന് എങ്ങനെ തോന്നും? ഒരു ചോദ്യം തന്നെയാണത്, മുസ്ലിമുകളുടെ ചോദ്യമാണ്. അതുകൊണ്ട് ഉസ്താദ് പറയുന്ന ഓരോന്നും അക്കമിട്ട് മനസ്സിലായിക്കോളി. ഉസ്താദിന്റെ ഓരോ വാക്കും പ്രമാണമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു വാക്ക് കൊണ്ടല്ല, ഓരോ ഉദ്ധരണിയും ഹദീസുകളും അതിന്റെ വ്യാഖ്യാനങ്ങൾ നന്നായി പറഞ്ഞിട്ടാണ്. അതൊക്കെ മനസ്സിലാക്കി വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് ഓരോന്നും ഇങ്ങനായി കൊടുക്കുക. പിന്നെ അവിടെ ഹദീസുണ്ടോ, ആയത്തുണ്ടോ, ഫിഖിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ആരൊന്ന് കൈവക്കി വന്നിരുന്നു? ആരൊക്കെ വയ്ക്കോടോ? കാണുന്നില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പുത്തൻവാദികളോടുള്ള സമീപനം, അത് അവരുടെ അടുക്കൽ പോകുന്നത് ഫിഖഹിന്റെ പണ്ഡിതന്മാർ വിവരിച്ചത് തന്നെ അവരെ തുറന്ന് നിസ്കരിക്കുന്ന സമൂഹത്തിന്, തുടർന്ന് നിസ്കരിക്കുന്നവർക്ക്, സാധാരണക്കാർക്ക് നിസ്കരിക്കുന്നിടത്തും പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നിടത്തും പറയുന്നിടത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു ആലിമിന്, ഒരു പണ്ഡിതന് ഒരു മുബ്തദികളെ തുടർന്നുകൂടെ, ഹറാമാണെന്ന് പറഞ്ഞവർ തന്നെയുണ്ട്. സാധാരണക്കാരെ തുടർന്നാൽ നിസ്കാരം ചെയ്യാം, ജമാഅത്തിന്റെ കൂലി കിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണത്? അവരെ തുറന്ന് നിസ്കരിക്കുന്നതിനോ, അവരുടെ മയ്യത്ത് സന്ദർശിക്കുന്നതിനോ, അവരുടെ വീട്ടിൽ പോകുന്നതിനോ, സൗഹാർദ്ദം പങ്കിടുന്നതിനോ കുഴപ്പമില്ല എന്ന് സാധാരണക്കാരൻ തോന്നിപ്പോര്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ കർശനമായ നിയമം എന്താണെന്ന്. ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വെട്ടിത്തുറന്ന വലിയൊരു പതാകയാണ്. അത് സമുദായത്തിന് മുമ്പിൽ തെളിയിച്ചു കൊടുക്കുകയാണ്. ആ തെളിയിച്ചു കൊടുക്കുന്നത് ഇത്രയും കർശനമായി എല്ലാ പണ്ഡിതന്മാരും, ഫിഖിലുണ്ടോ എന്ന് ചോദിച്ചത് ഫിഖിന്റെ പണ്ഡിതന്മാരെ എതിർത്താണെന്നല്ലേ പറയുന്നത്. സൂചന പോരെ, പുത്തൻവാദികളുടെ പിന്നാലെ നിസ്കരിച്ചുകൂടാ. സാധാരണക്കാരനെ സംബന്ധിച്ച് കറാത്താണെന്ന് പറഞ്ഞവരും അല്ലാത്ത ആലിമ്യങ്ങളെ സംബന്ധിച്ച് ഹറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട്. അതോടുകൂടെ ഒന്ന് മനസ്സിലായിക്കൂടെ? പിന്നെ അവരോട് പങ്കിടുന്ന മയ്യത്തിന് പ്രത്യേകം ഒരു ഒന്ന്, കല്യാണത്തിന് പ്രത്യേകം ഒന്ന്, അല്ലെങ്കിൽ വേറൊരു ചടങ്ങിന് പ്രത്യേകം ഒന്ന്, മീറ്റിങ്ങിനൊന്ന് പ്രത്യേകം ഒന്ന്, മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഹറാമുണ്ടോ? അപ്പൊ കല്യാണത്തിന് പോകുന്നത് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ത്? ഫിഖിന്റെ പണ്ഡിതന്മാർ പുത്തൻവാദിൽ ഒരു വിഷയം ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അത് എല്ലാത്തിനും ഖിയാസ് തന്നെയാണ്. ഏത് വിഷയത്തിനും ഖിയാസ് തന്നെയാണ്. അതിന് പ്രത്യേകമായൊന്നും പറയാറില്ല. അതെനിക്കാണ് നേരത്തെ പറഞ്ഞത് ഇജ്മാഉം ഖിയാസ് എന്നൊക്കെ പറയപ്പെടുന്നത്. അതിന് പ്രത്യേകമായ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അവരുടെ സമീപനം മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് എങ്ങനെ കാണിച്ചു തന്നോ, പൂർവികന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്നു. ഇന്ന് വരെ പുത്തൻവാദികളോടുള്ള സമീപനം എന്താണെന്നോ നമുക്ക് കൈമാറിയിട്ടുള്ളത്, അത് അങ്ങനെ തന്നെ പോകും. ഇനി ഏതെങ്കിലും വ്യക്തി അവരുടെ അച്ചാരത്തിന് വേണ്ടി ഓടി നടക്കുന്നെങ്കിൽ അവർ പിന്നാലെ ഉണ്ടാവുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്ന ആശയം ആദർശമുണ്ട്. നേരത്തെ നാം പറയുന്നത് പോലെ നമ്മെ തലയാണ് നിയന്ത്രിക്കുന്നത്, വാല് തലനെ നിയന്ത്രിക്കുന്നതല്ല, തല വാലിനെ നിയന്ത്രിക്കുന്നതാണ്. ആ നിയന്ത്രണം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ആ നമ്മുടെ ആശയം ആദർശവും നമ്മുടെ പ്രസ്ഥാനം നിലകൊള്ളുന്ന കാലത്തോളം ഉണ്ടാകും. അത് ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള ചേളാരി സമസ്തയിൽ പല ഭിന്നതയും വന്നുകൊണ്ടിരിക്കുന്നത്. പലവരും പല അനുയായികൾ പറയുന്നതല്ല നേതാവ് പറയുന്നത്, നേതാവ് പറയുന്നതല്ല അനുയായി പറയുന്നത്, അനുയായി പറയുന്നതല്ല നേതാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നേതാവ് പറയുന്നതല്ല അനുയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഓരോ പ്രവർത്തകർ എന്നവർ പറയപ്പെടുന്നവർ തന്നെ 100 ആൾക്കാരെങ്കിലും 100 തട്ടിലാണുള്ളത്. നാം അതല്ല, നാം എല്ലാവരും ഒരേ തട്ടിൽ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴി, ആ ഒറ്റ തട്ടിലാണുള്ളത്. നാം ഒരിക്കലും എന്തായിട്ടില്ല, ഭിന്നതയിലോ ഭിന്നാഭിപ്രായത്തിലോ മറ്റോ നീങ്ങിയിട്ടില്ല, അത് നീങ്ങുകയുമില്ല. എന്തുകൊണ്ട്? നമുക്ക് നന്നായി ഹദീസുകൾ പഠിപ്പിച്ചു തന്നു, ഹദീസിന്റെ ആശയം പഠിപ്പിച്ചു വന്നു, ഖുർആൻ പഠിപ്പിച്ചു വന്നു, ഖുർആന്റെ ആശയം പഠിപ്പിച്ചു തന്നു. അതിന് ദുർവ്യാഖ്യാനമില്ല, ഒന്നുമില്ല. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. പുത്തൻവാദികൾ ദുർവ്യാഖ്യാനം ചെയ്തു, ആശയം മാറി, ഇപ്പൊ പല തട്ടിലായി. ഒരു വിഭാഗം മറ്റേ വിഭാഗത്തിനെ കാഫിറാക്കുന്നു, മറ്റേ വിഭാഗം വേറെ വിഭാഗത്തിനെ കാഫിറാക്കുന്നു, തെറി വിളിക്കുന്നു, ചീത്ത പറയുന്നു.
അവരെ തന്നെ പരസ്പരം എല്ലാവരും ഒന്നിച്ചിരുന്ന ആയത്തും ഹദീസും ഓതിയവർ തന്നെ ഇപ്പൊ പല നിലക്കും പരസ്പരം എല്ലാവരും കാഫിറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിനെ മാറ്റിമറിച്ചത് കൊണ്ട്. വിശുദ്ധ ഖുർആന്റെ ഖുർആനെയും ഹദീസിനെയും മാറ്റിമറിച്ച് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് പാവങ്ങൾ ഇന്നും അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു, പടച്ചവനെ ഈ മുജാഹിദിന്റെ വലയിൽ നാം കുടുങ്ങിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നത് ഇന്നും ഉണ്ട്. പക്ഷേ അവരുടെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ച് അവർ നീക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കുമ്പോൾ പാവങ്ങളാണ്, അവരെ പറ്റിച്ചത് വഹാബികളാണ്. അതുപോലെ ഇപ്പോഴും ചേളാടി സമസ്തയിലുള്ള ആൾക്കാർ അവരുടെ സമുദായത്തെ ഇന്നും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് അവർക്കത് ബോധ്യപ്പെടുമെന്ന് നാം മനസ്സിലാക്കി വെക്കാം. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. അവർക്ക് എന്താ ഉള്ളത്? എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഖമറുൽ കാന്തപുർ ഉസ്താദും അവിടുത്തെ അനുയായികളും പിന്നെ ഉസ്താദിന്റെ അനുയായികളും പ്രവർത്തനമൊക്കെ സത്യമാണെന്ന് അറിയും. പക്ഷേ അസൂയ സമ്മതിക്കുന്നില്ല. അല്ലാതെ സത്യം അറിയാഞ്ഞിട്ടല്ല, ഷാറ മുബാറക്ക് സത്യമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യമാണ്. അവിടെ മൂടിയുണ്ട്, അത് സത്യമാണ്. ഇവിടെ മൂടിയുണ്ട്, അത് സത്യമാണെന്നൊക്കെ അവർ നേതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉസ്താദിന്റെ കയ്യിലായിപ്പോയി, ഖമറുൽ ഉലമ കാന്തപുർ ഉസ്താദിന്റെ കയ്യിലായിപ്പോയി എന്നുള്ള ഒറ്റൊരു മരക്കടമുഷ്ടി. ആ ഒരു മരക്കടമുഷ്ടിന്റെ പേരിലാണ് പ്രശ്നങ്ങൾ മുഴുവനും കേരളത്തിൽ ഒട്ടധികം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമുദായത്തിന്റെ. വേറൊന്നുമല്ല, ഹദീസുകളെ കൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റൂല, ആയത്തുകളെ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല, ഷഹറ മുബാറക്കിന്റെ ബഹുമാനങ്ങൾ അവർക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പ്രസംഗിച്ചതില്ല. എവിടെയും കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ ചേളാരി സമസ്ത എന്ന് പറയപ്പെടുന്ന വിഭാഗം ഷഹറ മുബാറക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ കിതാബുകളുടെ ഉദ്ധരണികളെ കൊണ്ട് ആധുനികമായി ഒരു തെളിവ് പറഞ്ഞതായിരിക്കും തെളിയിക്കാൻ സാധിക്കുമോ? ഇല്ല. അതേ സമയത്ത് ഷഹറ മുബാറക്കിനെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ആലിമീങ്ങൾ എല്ലാം അക്കമിട്ട് ഓരോന്നിനും ഹദീസുകളെ കൊണ്ടും ആയത്തുകളെ കൊണ്ടും ഇമാമികളെ ഉദ്ധരണികളെ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. അത് തെളിയിച്ചുകൊണ്ട് പിന്നെ മനസ്സിലാക്കിയിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണെന്ന്. ഇസ്ലാമിന്റെ ശത്രുക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ ഇറക്കി കൊടുത്തു. ആ ഖുർആനിനെ സമുദായത്തിലേക്ക് നന്നായ നിലക്ക് അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും സത്യം മനസ്സിലാക്കിയിട്ടില്ല. മൂസാ നബിന്റെ ഖൗമ് എത്രത്തോളം മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വേദനിപ്പിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എത്രത്തോളം വേദനിപ്പിച്ചു. എല്ലാവർക്കും സത്യമാണെന്നറിയാം. ഈസാ നബി സത്യമാണെന്നറിയാം, മൂസാ നബി അലൈഹി ഇസ്ലാം സത്യമാണെന്നറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി അത് ഭൂമിയിലേക്ക് ഇട്ടുകൊടുത്ത് പല നിലക്കും പാമ്പാകാൻ പറയുകയും വടിയാകുകയും പറഞ്ഞപ്പോഴൊക്കെയും അതൊക്കെയും ശത്രുക്കളെ കണ്ണിൽ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും പറഞ്ഞത് ഇത് വ്യാജമാണ് എന്നവർ മനസ്സിലാക്കി. ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ആദർശ ആശയം തനതായ രീതിയിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ക്ലാസ് റൂമിലുള്ള പണ്ഡിതന്മാർ അടക്കമുള്ള പ്രവർത്തകന്മാർ എല്ലാവരും വേണ്ടതുപോലെ അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. എന്തുകൊണ്ട്? മറക്കടമുഷ്ടി അസൂയ എന്നൊക്കെ അതിന് പറയും. അതൊരു രോഗമാണ്. ആ രോഗം മാറിക്കിട്ടാൻ വേറെ ഒരു മാർഗവുമില്ല. അത് അവർ തന്നെ അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകിയാൽ നന്നായി എന്നല്ലാതെ മറക്കടമുഷ്ടിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടോ? ഓരോ ദിവസത്തോളം കഴിയുന്നിടത്തോളം കൂടിക്കൊണ്ടേ വരും. അത് രോഗമായി മാറും. ആ രോഗത്തിനനുസരിച്ചായിരിക്കും അവരുടെ പ്രതികരണം ഉണ്ടാകുക. അത് പഴയകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഒരു പ്രവാചകൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം തുടങ്ങി ഖാത്തിമുൽ അംബിയ അഷ്റഫുൽ ഖൽഖ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കൾ മുഴുവനും ഈ ഒരു ന്യായം സ്വീകരിച്ചവരാണ്. ആ ന്യായം തന്നെയാണ് ഇപ്പോൾ പുത്തൻവാദികളും ചേളാരി സമസ്ത എന്ന് പറയപ്പെടുന്നവരും നഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഹൂദികളുടെ അച്ചാരമാണ്, നസാറാണികളുടെ അച്ചാരമാണ്. ആ അച്ചാരം വാങ്ങി കയ്യിലെടുത്ത് സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് തീർച്ചയായും അവർ മറുപടി പറയേണ്ടത് വരും. മറുപടി പറയാൻ
അള്ളാഹുവിന്റെ അടുക്കൽ കൈകെട്ടി ഈ സമുദായം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികൾ അവിടെ വന്ന് അവരെ അള്ളാഹുവിന്റെ മുമ്പിൽ വഷളാക്കുക തന്നെ ചെയ്യും. അള്ളാഹുവെ, നിന്റെ ഖുർആൻ അവർ മാറ്റിമറിച്ചവരാണ്, ഹദീസിനെ മാറ്റിമറിച്ചവരാണ്, നാം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു, മരക്കട മുഷ്ടിയുടെ മേൽ നീങ്ങിയവരാണവർ എന്ന് നാം ഓരോരുത്തരും കൈകെട്ടി അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. അതിനുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം തെറ്റെന്ന് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയാൻ ആ വിഭാഗം തയ്യാറല്ല. ഖുർആൻ യഥാർത്ഥമായ നിലക്ക് അവർക്ക് വിശദീകരിക്കാൻ അറിയില്ല, ഹദീസ് വിശദീകരിക്കാൻ അറിയില്ല. ആ വിശദീകരിക്കും തന്നെ സമുദായത്തിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെ പിടികൂടിയാൽ അത് തെറ്റാണെന്ന് പറയാൻ അവരുടെ ഇച്ഛ, അവരുടെ ഹവൻ നഫ്സ് സമ്മതിക്കുന്നില്ല. സമ്മതിക്കാത്ത നിലക്ക് ആ നിലക്ക് തന്നെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല അവരുടെ ഖൽബ് നന്നാക്കി യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്തെല്ലാം ആരോപണങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ നിന്ന് എന്തെല്ലാം സഹിച്ചിട്ടുണ്ടോ അത് നമ്മുടെ പണ്ഡിതന്മാർക്ക് വന്നേ തീരും. ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട കയ്പമംഗലം കരീം ഹാജി, ബഹുമാനപ്പെട്ട കീരത്ത് മുഹമ്മദ് മാസ്റ്റർ, നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥാപനമായ അബ്ദുൽ ലത്തീഫ് സാദിയുടെ മജ്ലിസുൻ നശാത്തി എന്ന് പറയപ്പെടുന്ന മജ്ലിസിൽ വന്ന് മഹാനവർ ഒരു പ്രസംഗം നടത്തിയത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. എന്ത് പറഞ്ഞു? 10 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കയ്പമംഗലം കരീം ഹാജി പറഞ്ഞത്രേ, അല്ല എന്തേ കാന്തപുരത്തിന് വ്യഭിചാര കേസ് വരാത്തത്? അത് വരണമല്ലോ, വന്നിരിക്കണം, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് കീരത്ത് മാസ്റ്ററോട് കയ്പമംഗലം കരീം ഹാജി പറഞ്ഞു വത്തറേ. അവിടെ നിന്ന് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കീരത്ത് മാസ്റ്റർ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള അബ്ദുൽ ലത്തീഫ് സാദി കൊണ്ടുവരുന്ന മജ്ലിസുൻ നശാത്തി എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലേക്ക് ഒരു പ്രസംഗത്തിന് വന്നത്. എന്നിട്ട് മഹാനവർ പറഞ്ഞു, ഇതാ കാന്തപുരം ഉസ്താദിന്റെ മേൽ ഇപ്പോൾ വ്യഭിചാര കേസ് വന്നിരിക്കുന്നു, ഇത് എന്തേ വരാത്തത് എന്ന് 10 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കയ്പമംഗലം കരീം ഹാജി എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇത് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമ്പിയാക്കളുടെ അനന്തരവാസികളാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ അനന്തരം മുതലായിരിക്കുമല്ല ഉണ്ടാകുക. ഇൽമും ഈ പണ്ഡിതന്മാർ തരണം ചെയ്ത ഓരോ വിഷയമാണ് പണ്ഡിതന്മാർക്ക് എത്തിച്ചേരുക. അപ്പൊ അത് അമ്പിയാക്കൾക്ക് വന്ന പ്രയാസങ്ങളും ഇതുമാണ്. അത് നമ്മുടെ പണ്ഡിതന്മാർക്ക് ഇനി ഈ ലോകത്ത് നിലക്കുന്ന കാലത്തോളം ഉണ്ടാകും. അത് ഉണ്ടാകാനാണ് ഈ പറയപ്പെടുന്ന ഇത്രയും ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാക്കി കൊടുക്കണം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾക്ക് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ വ്യാഖ്യാനം മനസ്സിലാക്കി കൊടുത്ത് അവരെ സത്യത്തിലേക്ക് ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മെ വിമർശിക്കുന്നവരെ നാം വിമർശിക്കാൻ വേണ്ടി വിടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഉൾക്കൊള്ളുന്നവരും അല്ലാത്തവരെ തള്ളിപ്പോകുന്നത് സാധാരണയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള മഹാന്മാർ എത്ര കൊല്ലം ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, എന്നിട്ട് എത്ര ആൾക്കാരെ വന്നത്? അത് സാധാരണയാണ്. അതപ്പോ നാം തെറ്റിദ്ധരിക്കേണ്ട. ഓരോരുത്തരും പറയുന്ന സമയത്ത് അത് പറയുന്നതാണ് സത്യം, ഇത് പറയുന്നതാണ് സത്യം എന്ന് ഒരിക്കലും പറയേണ്ടതില്ല. പണ്ഡിതന്മാർക്കുണ്ടായ അതേ അവസ്ഥ, അമ്പിയാക്കൾക്കുണ്ടാകുന്ന അവസ്ഥ അത് നമ്മുടെ പണ്ഡിതന്മാർക്കും ഉണ്ടാകും എന്ന് ഏത് കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ഖബറുൽ ഉസ്താദിന് വരാത്ത ആരോടൊപ്പം എന്താണുള്ളത്? എല്ലാം വന്ന് ഇനി എത്ര വരാനുണ്ട്. അപ്പോൾ നാം പതറിപ്പോകാനില്ല. അത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് എപ്പോഴും വന്നിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ വയ്യാൾ ഉസ്താദ് പറഞ്ഞതുപോലെ വയ്യോൾ ഉസ്താദ് നമുക്ക് മനസ്സിലാക്കുന്ന ഓരോ അക്കമിട്ട് പറയുന്ന ഓരോ ഹദീസുകളും ആയത്തുകളും നാം മനസ്സിലാക്കി കഴിയുന്നുണ്ട്. അത് റെക്കോർഡ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഈമാൻ ഒരു കോട്ടം, നമ്മുടെ ഈമാൻ നാം കാത്തു സൂക്ഷിക്കുക. നമുക്കൊരു വിശ്വാസമുണ്ട്. എന്ത്? ആ വിശ്വാസത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുക. എല്ലാ വിശ്വാസത്തിന്റെ മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർദ്ദുതായി നിൽക്കുകയാണെങ്കിൽ പിന്നെ നാം
ചെയ്യുന്ന ഒരു കർമ്മത്തിനും ഒരു പ്രതിഫലം ഉണ്ടാവുകയില്ല. നാം ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുക. നമ്മുടെ വിശ്വാസം എന്താണ്? നമുക്ക് സത്യമാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുർ ഉസ്താദ് നയിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയും ആ പ്രവർത്തനം, അത് നാം ഉറച്ചു വിശ്വസിക്കുന്നു. ഒറ്റ വിശ്വാസത്തിൽ നിൽക്കുക. ആ വിശ്വാസത്തിന്റെ മേൽ തന്നെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ ഒരു കോട്ടും പറ്റുകയില്ല എന്ന് നാം മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല നമ്മുടെ ജീവിതം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുർ ഉസ്താദ് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘടനയുടെ കീഴിലായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിനെ കാണുന്നുണ്ട്. ഞാൻ താൽക്കാലികമായി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.